PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 12/2019. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ. രണ്ടാമത്തെ ചോദ്യം, ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വരയാട്. മൂന്നാമത്തെ ചോദ്യം, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെ ഇത് പറഞ്ഞത് ആരാണ്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെ ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ. നാലാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി രാജ്യസമാചാരം. അഞ്ചാമത്തെ ചോദ്യം, ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്ന്? ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ 1920. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഗോഡ്വിൻ ഓസ്റ്റിൻ. ഏഴാമത്തെ ചോദ്യം, ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി മഹാനദി. എട്ടാമത്തെ ചോദ്യം, ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി കവരത്തി. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദന കേന്ദ്രം എവിടെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദന കേന്ദ്രം എവിടെയാണ്? ഉത്തരം ഗുജറാത്ത്. പത്താമത്തെ ചോദ്യം, ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? ഉത്തരം സോവിയറ്റ് യൂണിയൻ. ഓപ്ഷൻ ഡി. 11ാമത്തെ ചോദ്യം, ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം ഏതാണ്? ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 1526. 12ാമത്തെ ചോദ്യം, ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി സമുദ്രഗുപ്തൻ. 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചിട്ടുള്ളതാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്. 14ാമത്തെ ചോദ്യം, വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആനന്ദമഠം. 15ാമത്തെ ചോദ്യം, വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്, ഇത് ആരുടെ വാക്കുകളാണ്? വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്, ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ ബി വീരേശലിംഗം. 16ാമത്തെ ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. 17ാമത്തെ ചോദ്യം, വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ ആരാണ് രചിച്ചത്? വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ ആരാണ് രചിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി അംശി നാരായണപിള്ള. 18ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ എ മൗലികാവകാശങ്ങൾ. 19ാമത്തെ ചോദ്യം, റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി മുംബൈ. 20ാമത്തെ ചോദ്യം, അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? ഉത്തരം ഓപ്ഷൻ ബി 24 മണിക്കൂർ. 21ാമത്തെ ചോദ്യം, പാർലമെൻറ്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത് എന്നാണ്? പാർലമെൻറ്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി 1972. 24ാമത്തെ ചോദ്യം, ലോക വനിതാ ദിനം എന്നാണ്? ലോക വനിതാ ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി മാർച്ച് 8. 23ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം എന്ത്? റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ചെങ്കോട്ട.
24-ാമത്തെ ചോദ്യം 2020 ഒളിമ്പിക്സ് വേദി എവിടെയായിരുന്നു? 2020 ഒളിമ്പിക്സ് വേദി ഉത്തരം ഓപ്ഷൻ എ ടോക്കിയോ. 2024 ഒളിമ്പിക്സ് വേദി പാരീസിലായിരുന്നു. 25-ാമത്തെ ചോദ്യം 2017 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയൻ ആരാണ്? 2017 പത്മവിഭൂഷൺ ലഭിച്ച കേരളീയൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി KJ യേശുദാസ്. 26-ാമത്തെ ചോദ്യം PSLV 37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചത് എന്നാണ്? PSLV 37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി 2017 ഫെബ്രുവരി 15. 27-ാമത്തെ ചോദ്യം സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം ഏതാണ്? സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഗുസ്തി. 28-ാമത്തെ ചോദ്യം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ്. 29-ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബക്രാനങ്കൽ. 30-ാമത്തെ ചോദ്യം 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ പൽപു. 31-ാമത്തെ ചോദ്യം കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി പത്തനംതിട്ട. 32-ാമത്തെ ചോദ്യം ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി നരേന്ദ്രമോദി. 33-ാമത്തെ ചോദ്യം ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏത്? ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 1789. 34-ാമത്തെ ചോദ്യം ഏത് രാജ്യത്തിൻ്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങൾ ഉള്ളത്? ഏത് രാജ്യത്തിൻ്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങൾ ഉള്ളത്? ഉത്തരം ഓപ്ഷൻ ബി US. 35-ാമത്തെ ചോദ്യം കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. 36-ാമത്തെ ചോദ്യം ലോക്സഭയിലെ 0 അവറിൻ്റെ ദൈർഘ്യം എത്രയാണ്? ലോക്സഭയിലെ 0 അവറിൻ്റെ ദൈർഘ്യം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ അരമണിക്കൂർ. 37-ാമത്തെ ചോദ്യം ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി കാസർഗോഡ്. 38-ാമത്തെ ചോദ്യം ഫാസിസത്തിൻ്റെ വക്താവ് ആരാണ്? ഫാസിസത്തിൻ്റെ വക്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി മുസോളിനി. 39-ാമത്തെ ചോദ്യം കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിക്കപ്പെടുന്ന ആര്? കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിക്കപ്പെടും. ഉത്തരം ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം. 40-ാമത്തെ ചോദ്യം ISRO സ്ഥാപിതമായത് എന്നാണ്? ISRO സ്ഥാപിതമായത് ഉത്തരം ഓപ്ഷൻ എ 1969. 41-ാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി വിക്രം സാരാഭായ്. 42-ാമത്തെ ചോദ്യം അത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ലയാണ് മലപ്പുറം. 43-ാമത് ചോദ്യം ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആര്? ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ എ സച്ചിൻ തെണ്ടുൽക്കർ. 44-ാമത്തെ ചോദ്യം ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. 45-ാമത്തെ ചോദ്യം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സഹായിയായി സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സഹായിയായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി VP മേനോൻ. 46-ാമത്തെ ചോദ്യം കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ഏത്? കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി. ഉത്തരം ഓപ്ഷൻ ബി ഡച്ച്. 47-ാമത്തെ ചോദ്യം ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്?
ഉത്തരം ഓപ്ഷൻ സി ചിന്നാർ വന്യജീവി സങ്കേതം. 48ാമത് ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഭാരത് രത്നം. 49ാമത് ചോദ്യം, കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം വി ശിവൻകുട്ടി. 50ാമത് ചോദ്യം, ബംഗാൾ വിഭജനം നടത്തിയത് ആര്? ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ കഴ്സൺ പ്രഭു. ഈ വീഡിയോയിൽ 50 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.